നമ്മൾ ഈ ഫാൻ ബോയ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണുമ്പോൾ ലാൽ സാറിന്റെ കാണുന്നത്, എസ്പെഷ്യലി ആ മറ്റേ പോലീസ് വണ്ടിയുടെ ഉള്ളിൽ കൂടെ കാണുന്ന ആള്, പിന്നെ അദ്ദേഹത്തിന്റെ കൈ, അദ്ദേഹത്തിന്റെ കാല്, ലാസ്റ്റ് ക്ലോസ് അപ്പ് കാലിന്റെ നഖം. അപ്പൊ പോലീസ് വണ്ടിയിലൂടെ നോക്കുന്ന കണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു ഡയലോഗ് ഉണ്ട്. അപ്പം ഒരു നോർമലി ഒരു സിനിമയിലും ഒരു വില്ലൻ വന്നിട്ട് പറയുവാണ് ഇതെന്റെ കഥയാണ്, ഈ കഥയിലെ നായകൻ ഞാനാണ്, അതും മലയാളത്തിലെ ഏറ്റവും വലിയ ഹീറോയുടെ മുന്നിൽ. അതങ്ങനെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് കൗണ്ടറായിട്ട് ഈ കഥ ഞാൻ തിരുത്തും സാറേ എന്ന് കൗണ്ടർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ലാൽ സാറിൻ്റെ ഇടയ്ക്കൽ ഇതിങ്ങനെ ആദ്യം ബിനു ആയിരിക്കും പോകുന്നത് മിക്കവാറും ഈ സ്ക്രിപ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പം ലാൽ സാർ ഇങ്ങനെ വായിച്ചു നോക്കുന്നുണ്ട്. വായിച്ചു നോക്കിയിട്ട് ഡയറക്ടർ സാറോടൊന്ന് ചോദിക്കുമോ, ഇത് ഞാനൊന്ന് നോക്കിയാൽ പോരെ, ഈ പറയുന്ന ഈ കഥ തിരുത്തും, നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടല്ലേ പറയുന്നത്, അയാളൊരു സാധു മനുഷ്യനല്ലേ. അപ്പം ബിനു ഓടി വന്നിട്ട് തരണേ, ലാൽ സാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ്, അയ്യോ അത് തിയേറ്റർ ആടി ഉലയാൻ പോണ സീനാണ് അത്, അത് ലാലേട്ടൻ ആ ഡയലോഗ് പറഞ്ഞേ പറ്റുള്ളൂ ബിനു, അത് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. അപ്പം ബിനു വീണ്ടും പോകും, ഡയറക്ടർ സമ്മതിക്കുന്നില്ല, ലാലേട്ടാ അല്ല ആ കുട്ടിയോട് ഞാൻ സംസാരിക്കാം, കുട്ടിയോട് ഞാൻ സംസാരിക്കാം. അപ്പം എനിക്കിത് മനസ്സിലായി, ഇതിങ്ങനെ ചുറ്റി 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 വരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ അർജുൻ ദാസ് ഉണ്ട് കേട്ടോ. അർജുൻ വന്നിട്ടുണ്ട് അടുത്ത സിനിമയിലെ മിസ്റ്റർ അർജുൻ ദാസ്, യു ഓ മീ സംതിങ്, എന്റെ നെയ്ബറാണ്. അപ്പൊ അർജുൻ എൻ്റെ ഇടയ്ക്ക് ഒരു അപ്പൊ ഈ സിനിമ ഓൾറെഡി ഡിസ്കഷൻ നടക്കാം. അപ്പൊ അർജുൻ എൻ്റെ ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞു എനിക്കൊരു ദിവസം ലാലേട്ടന്റെ സീൻ അഭിനയിക്കുന്നത് കാണണം. അപ്പൊ ഞാൻ അവനിടക്കിടക്ക് മെസ്സേജ് ചെയ്യും, ഇപ്പം വരാറായോ, ഇപ്പം വരാറായോ. അപ്പൊ ഞാൻ ഈ സീക്വൻസ് ഇപ്പൊ ഞാൻ 2 ദിവസം മുന്നേ വന്നു, ഈ ദിവസം ഒരു ഉഗ്രൻ സീൻ എടുക്കുന്നുണ്ട്, അത് തിയേറ്റർ കുലുക്കി മറിയാൻ. അപ്പം മച്ചാൻ ഞാൻ കമ്മിങ് എന്ന് പറഞ്ഞ് അപ്പൊ അവൻ അവിടെ നിന്ന് ഓടി വന്ന്, അപ്പൊ ഇവനെ ഇവിടെ ഇരുത്തിയേക്കാം. അപ്പൊ ഞാൻ ഈ തിയേറ്റർ കുലുക്കാൻ പോണ സീനാന്നൊക്കെ പറഞ്ഞ് ഇവനോട് ഷൂട്ട് ചെയ്യുന്ന സീൻ ലാലേട്ടൻ പറയാം ആ ഡയലോഗ് വേണോ മോനെ. ഞാൻ എന്റെ അഭിമാന പ്രശ്നമാണല്ലോ, അർജുൻ ദാസ് ഇവിടെ ഇരിക്കുന്നത്.